കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഒരു വീഡിയോ ആയി ഞാൻ ചെയ്യുകയാണ്. ഇതൊക്കെ എനിക്കറിയാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ. ചിലപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിലോ ഉണ്ടാവും. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പൊതുവെ വീഡിയോ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആദ്യം വെൻ എപ്പോഴും ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സമയത്ത്, ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? എക്സാമ്പിൾസ് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെന്നെ വിളിച്ചു. അതെങ്ങനെ പറയും? അപ്പോൾ ആ സമയത്ത് എന്ന് പറയാനാണ് വെൻ. ഐ വാസ് സ്റ്റഡിയിങ് വെൻ ഷീ കോൾഡ്. അവൾ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സ്റ്റഡിയിങ് വെൻ ഷീ കോൾഡ്. അപ്പോൾ ആ സമയത്ത്, മനസ്സിലായോ? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രവൃത്തി ഒരാളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് വേറൊരു പ്രവൃത്തി സംഭവിച്ചു, അല്ലേ? ആരെങ്കിലും ഒരു കാര്യം ചെയ്തു. ഇവിടെ എന്ത് സംഭവിച്ചേ? അവൾ വിളിച്ചു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയ പ്രവൃത്തിയുടെ ഇടയ്ക്ക് വേറൊരു പ്രവൃത്തി സംഭവിച്ചെങ്കിൽ അതിന് വെൻ വെച്ചാൽ പറയാം. ഇത് എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വൈൽ പഠിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെന്നെ വിളിച്ചു. ഐ വാസ് സ്റ്റഡിയിങ് വെൻ ഷീ കോൾഡ്, അല്ലെങ്കിൽ ഷീ കോൾഡ് മീ വെൻ ഐ വാസ് സ്റ്റഡിയിങ്. ഇവിടെ എന്താ പറയേണ്ടത് അതനുസരിച്ച്. ഓക്കെ, അടുത്തത്. ആദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമോ, അതേ വാക്ക് അപ്പോൾ എന്നുള്ള വാക്ക് കണ്ടില്ലെങ്കിൽ ഇവിടെ അപ്പോൾ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. നമ്മൾ ആ സിറ്റുവേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇട്ടത്. എന്ത് സെൻറ്റൻസ് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ വെൻ വി ഫസ്റ്റ് മെറ്റ്? ആ സംഭവം നടന്ന സമയം ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ വെൻ വി ഫസ്റ്റ് മെറ്റ്? മനസ്സിലായോ? ഇപ്പോൾ വെൻ മനസ്സിലായല്ലോ. വെൻ പൊതുവെ സിമ്പിളാണ്. ഈ വെൻ പറയുമ്പോൾ ഒരു വെനെവർ എന്നുള്ള വാക്കുണ്ട്. അതിനർത്ഥം എന്താ? എപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. എപ്പോഴൊക്കെ ഒരു കാര്യം സംഭവിക്കണോ അങ്ങനെയുള്ള അർത്ഥമാണ് വെനെവർ. എപ്പോഴൊക്കെ നിനക്ക് ഹെൽപ്പ് വേണം, അപ്പോഴൊക്കെ നീ എന്നെ വിളിക്കണം കേട്ടോ. നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിക്കാമെന്നല്ല പറയണേ, എപ്പോഴൊക്കെ വേണോ? അപ്പോൾ ഒരു തവണ അല്ല, പല തവണ ഉണ്ടാവും, അല്ലേ? എപ്പോഴൊക്കെ അത് സംഭവിക്കണോ, നിനക്ക് ഒരു സഹായം വേണം തോന്നുന്നു, അപ്പോഴൊക്കെ വിളിക്കണം. കോൾ മീ വെനെവർ യു നീഡ് ഹെൽപ്പ്. അവിടെ കോൾ മീ വെൻ യു നീഡ് ഹെൽപ്പ് എന്ന് വെച്ച് പറഞ്ഞെന്താ അർത്ഥം? ഹെൽപ്പ് വേണ്ടപ്പോൾ എന്നെ വിളിക്കുമെന്ന്. പക്ഷെ വെനെവർ പറയുന്ന ആൾ കുറച്ചുകൂടെ സ്നേഹമുള്ള ആളല്ലേ. ഒരു തവണ അല്ല, എത്ര തവണ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാമെന്നുള്ള അർത്ഥം വരും അവിടെ. കോൾ മീ വെനെവർ യു നീഡ് ഹെൽപ്പ്. അല്ലെങ്കിൽ ഞാൻ പബ്ലിക്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ നെർവസ് ആവും. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് മൈക്ക് കൊടുത്താൽ അപ്പം വേർക്കാൻ തുടങ്ങും. അപ്പോൾ അവന് അങ്ങനെ അസുഖമുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ അവൻ നെർവസ് ആവും. ഹി ഗെറ്റ്സ് നെർവസ് എപ്പോഴൊക്കെ അവൻ പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യുന്നു, അപ്പോഴൊക്കെ. വെനെവർ ഹി സ്പീക്സ് ഇൻ പബ്ലിക്. ഓക്കെ, അപ്പോൾ അടുത്തത് വൈൽ. എന്താ അർത്ഥം? 2 കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് വൈൽ ഉപയോഗിക്കുക. ഇന്നൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. വെൻ എങ്ങനെയായിരുന്നു? ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യം എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്തു, അല്ലേ? അപ്പം ആ കാര്യം ഇതിൻ്റെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ടൊരു ഇൻട്രപ്ഷൻ വന്നു, അല്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ വിളിച്ചു ട്രും ട്രും എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താ? 2 കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് മാത്രമല്ല കേട്ടോ വയലിൻ്റെ ഉപയോഗം. വയൽ നമുക്ക് 2 കാര്യങ്ങളുടെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഷി വാസ് കുക്കിംഗ് വൈൽ ഐ വാസ് ക്ലീനിങ്. അവൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് കുക്കിംഗ് വൈൽ ഐ വാസ് ക്ലീനിങ്. കണ്ടോ? അപ്പോൾ 2 കാര്യങ്ങൾ ഒരേ സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇവിടെ വേണമെങ്കിൽ വെൻ ഉപയോഗിക്കാം, പക്ഷേ വൈലാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് സൂട്ടാവുന്ന വേർഡ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ 2 കാര്യങ്ങളുടെ ഒരു വ്യത്യാസം. ഇപ്പോൾ എനിക്ക് കാപ്പിയാണ് ഇഷ്ടം, എൻ്റെ സഹോദരിക്ക് ചായയാണ് ഇഷ്ടം. എങ്ങനെ പറയും? ഐ ലൈക്ക് കോഫി വൈൽ മൈ സിസ്റ്റർ പ്രിഫേഴ്സ് ടീ. വൈൽ, പ്രൊനൗൺസിയേഷൻ വെച്ചോ. വൈൽ
വയലല്ല, ഈ ഡബ്ല്യു വരുമ്പോൾ നമ്മൾ വ എന്നുള്ള സൗണ്ടാണ് വരണ്ടേ. വയർ. ആ എല്ല് നമ്മുടെ വെയിലിൻ്റെ എല്ലല്ല, കുറച്ചൊരു വേറൊരു സൗണ്ടാണ്. വയർ കണ്ടോ? അത് പറഞ്ഞ് ശീലിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞ് ശീലിച്ചാൽ നമുക്ക് നല്ല പ്രൊനൗൺസിയേഷനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിതാ ഇഷ്ടം, അവർക്കതാ ഇഷ്ടം. ഐ ലൈക്ക് കോഫി വൈൽ മൈ സിസ്റ്റർ പ്രിഫേഴ്സ് ടീ. അപ്പോൾ എല്ലാ സമയത്തും ഈ വൈലും വെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. ഫോൺ അടിച്ചപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയും, ഐ വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ഫോൺ റാങ്. ഇങ്ങനെ പറയും. വൈലാണോ വെന്നാണോ വരിക? ഫോൺ അടിച്ചപ്പോൾ, അപ്പം ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ല പറഞ്ഞത്. ഫോൺ അടിച്ചപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ ദ ഫോൺ റാങ്. അവിടെ വൈൽ വരില്ല. മനസ്സിലായോ? ഇനി ഇതുപോലത്തെ ഒരു വാക്കാണ് ഡ്യൂറിങ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സമയത്തിൽ, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ്. എക്സാമിൻ്റെ സമയത്ത് സംസാരിക്കരുത്. നോ ടോക്കിംഗ് ഡ്യൂറിങ് ദി എക്സാം. അപ്പോൾ ആ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാണ് ആ പീരിയഡ് ഓഫ് ടൈം അല്ലേ, ഒരു കൃത്യസമയം ഉണ്ടാവുമല്ലോ, ആ സമയത്തിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. നോ ടോക്കിംഗ് ഡ്യൂറിങ് ദി എക്സാം. എന്തുകൊണ്ടാണ് അവിടെ നോ ടോക്കിംഗ് അല്ലാതെ നോ ടോക്ക് എന്നല്ലല്ലോ? അതെങ്ങനെ വന്നേ? സംസാരിക്കൽ എന്നുള്ള അർത്ഥമാണ് അവിടെ. നോ ടോക്കിംഗ്, സംസാരിക്കൽ പാടുള്ളതല്ല. ഇത് കുറച്ച് ഗ്രാമറിലോട്ട് കടക്കുന്ന കാര്യങ്ങളാണ്. ഈ അങ്ങനത്തെ കുറച്ചുകൂടെ ഗ്രാമറൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതിന് 90 ഡേ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് എടുക്കാം. എനിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇനി അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 ബേസിക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി 20 വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പിടുത്തം കിട്ടും. ഓക്കെ, അടുത്തത് ഓൾറെഡി. ഇതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കണേക്കാളും മുമ്പേ, അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് കയറി വരും. ഓൾറെഡി അപ്പോഴേക്കും ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണേക്കാളും മുമ്പേ. അപ്പോൾ അവൾ അത് നമ്മൾ പ്രതീക്ഷിക്കണേക്കാളും മുമ്പേ തീർത്തു എന്ന് പറയാൻ ഷീ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് എന്നൊക്കെ പറയാം അല്ലേ. ഞാൻ ഓൾറെഡി അവന് ഇമെയിൽ അയച്ചു, എങ്ങനെ പറയും? ഞാൻ അവന് ഓൾറെഡി ഇമെയിൽ അയച്ചു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ അയച്ച് കഴിഞ്ഞിരിക്കണു, എങ്ങനെ പറയും? അത് കോമൻറ്റ് ചെയ്യും കേട്ടോ. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആവും. ഓക്കെ, അടുത്തത് സ്റ്റിൽ. നമ്മൾ ഇപ്പോഴും എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനാണ് സ്റ്റിൽ. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവരുടെ ഒരു ബന്ധുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. പക്ഷേ കുട്ടി എത്തിയിട്ടില്ല. അപ്പോൾ ആളിപ്പോൾ ഇപ്പോഴും ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കണത് എന്താ? ബസ് വന്നു, അവളെ കൂട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. ഇല്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റിൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അവൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ സ്റ്റിൽ വെയിറ്റിംഗ്. ഓക്കെ, അടുത്തത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന 3 വാക്കുകളാണ്. സഡൻലി, ക്വിക്ക്ലി, ഫാസ്റ്റ്ലി ഇല്ല ഫാസ്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പെട്ടെന്ന് മലയാളത്തിൽ പറയും. പക്ഷെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ടായിരുന്നു, പൊടുന്നനെ. എവിടെ ഉപയോഗിച്ചേ? ബാലരമ ബാലഭൂമിയൊക്കെ വായിച്ചപ്പോൾ പൊടുന്നനെ അവിടെ നിന്നൊരു അട്ടഹാസം കിട്ടൂ എന്നൊക്കെ പറയാറില്ലേ. ആ പൊടുന്നനെയാണ് സഡൻലി. അപ്പോൾ പൊടുന്നനയുടെ പ്രത്യേകത എന്താ? നമ്മൾ പ്രതീക്ഷിക്കണില്ല അല്ലെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു സർപ്രൈസ് എലമെൻറ്റ് വരുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലാണ് സഡൻലി എന്ന് പറയാം. ഇപ്പോൾ പെട്ടെന്ന് ലൈറ്റൊക്കെ പോയി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ പൊടുന്നനെ എന്നുള്ള അർത്ഥമാണ്. ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് സഡൻലി. നമ്മൾ വിചാരിക്കണില്ല അപ്പോൾ ലൈറ്റ് പോകുന്നു. അപ്പോൾ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് സഡൻലി. മനസ്സിലായി? ക്വിക്ക്ലി അല്ല. അപ്പോൾ അവിടെ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കാതെ എന്തോ കാര്യം സംഭവിച്ചു, അപ്പോഴാണ് സഡൻലി വരിക. ഒരു സർപ്രൈസ് ഉണ്ട്. ഇനി പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, എങ്ങനെ പറയും? അവിടെ പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആരും പ്രതീക്ഷിക്കാതെ അല്ലേ.
അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അല്ലേ? എപ്പോഴാ? സഡൻലി. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. പ്രതീക്ഷിക്കാണ്ട്. അപ്പോൾ ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. കുടയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ അങ്ങനെ അല്ലേ? പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് അവിടെ ഒരു വാക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അൺഎക്സ്പെക്റ്റഡ്ലി എന്നൊക്കെ പറയുന്നത്. അവിടെ സഡൻലി ഉപയോഗിക്കാം. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. ഓക്കെ. ഇനി ഒരു കാര്യം എത്ര വേഗത്തിൽ നടക്കണോ അത് പറയാനാണ് ഫാസ്റ്റ്. ഫാസ്റ്റ്ലി എന്ന് വാക്കില്ല. പൊതുവേ നമ്മൾ ക്വിക്ക്ലി, സ്റ്റഡിലി, ബ്യൂട്ടിഫുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലീ ചേർത്തിട്ട് ആഡ്വേർബ്സ് ഉണ്ടാക്കും. പക്ഷേ ഫാസ്റ്റിൻ്റെ ആഡ്വേർബ് ഫാസ്റ്റ്ലി എന്നല്ല, ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യണേ? സ്പീഡിൽ, എത്ര വേഗത്തിൽ നടന്നു എന്നുള്ളതാണ് ഫാസ്റ്റ് പറയുമ്പോൾ ഉദ്ദേശിക്കണേ. അപ്പോൾ ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ നല്ലൊരു വേഗതയുള്ള ഓട്ടക്കാരനാണ്. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഇവിടെ നമ്മൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റണ്ണറിനെ വിശേഷിപ്പിക്കുകയാണ്. അഡ്ജക്റ്റീവാണ് അല്ലേ? അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഒരു എന്തെങ്കിലും ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത്. ഓട്ടക്കാരൻ, റണ്ണർ. എങ്ങനെയുള്ള ഓട്ടക്കാരനാ? ഫാസ്റ്റ് റണ്ണർ. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ. അവൻ വേഗത്തിൽ ഓടി എന്ന് പറയുമ്പോഴോ അവൻ എങ്ങനെ ഓടി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആഡ്വേർബ് അല്ലേ? ആഡ്ജക്റ്റീവ് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഹീസ് എ ഫാസ്റ്റ് റണ്ണർ. അപ്പോൾ ഇവിടെയാണ് പലരും വിചാരിക്കുക ലീ ചേർക്കണമെന്ന്. കാരണം പൊതുവെ ആഡ്വേർബ്സ് ലീ. ഷീ സ്മൈൽഡ് ബ്യൂട്ടിഫുള്ളി. എങ്ങനെയാണ് സ്മൈൽ ചെയ്തത്? ബ്യൂട്ടിഫുള്ളി. അപ്പോൾ ലീന്ന് ചേർത്താണ് പൊതുവെ ആഡ്വേർബ്സ് വരിക. അല്ലാത്തതുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഹി റാൻ ഫാസ്റ്റ്ലി എന്ന് പറയാമെന്ന്. പറയരുത്. ഫാസ്റ്റ്ലി എന്നൊരു വാക്കില്ല. ഹി റാൻ ഫാസ്റ്റ്. ആഡ്വേർബും ആഡ്ജക്റ്റീവ് രണ്ടും ഫാസ്റ്റാണ് കേട്ടോ. വേഗം ഓടിക്കില്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. ഡ്രൈവ് ഫാസ്റ്റ് ഓർ വിൽ ബി ലേറ്റ്. കിട്ടിയോ? ഫാസ്റ്റിലൊരു സർപ്രൈസ് ഉണ്ടോ? നമ്മൾ ഞെട്ടുന്നുണ്ടോ? ഇല്ല. വേഗതയിലുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഞെട്ടലില്ല. ഞെട്ടൽ നമ്മൾ പൊടുന്നനെ സഡൻലി കേട്ടോ. അപ്പോൾ ക്വിക്ലിയോ? ഇതിൽ പ്രൊനൗൺസിയേഷനാണ് എനിക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. KWICKLY എന്നാണ് നമ്മൾ മനസ്സിലാലോചിക്കേണ്ടത്. QU വരുമ്പോൾ തന്നെ ക്യൂവിനൊരു യു എന്നുള്ള സൗണ്ടില്ലേ? അതുകൊണ്ടാണ് ക്വിക്ലി എന്ന് പറയാനൊരു ടെൻഡൻസി. KW എന്ന് വിചാരിക്കുക. ക്വിക്ലി. ഇവിടെ ഫോക്കസ് എന്താ? ചെറിയ സമയത്തിനുള്ളിൽ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ. മനസ്സിലായോ? ഫാസ്റ്റ് വേഗതയിൽ ഫോക്കസ് ചെയ്യും. സഡൻലി സർപ്രൈസ്, പെട്ടെന്ന് നടക്കുന്ന സർപ്രൈസിന് ഫോക്കസ് ചെയ്യുന്നു. ക്വിക്ലി ആ സമയത്തിൽ ഫോക്കസ് ചെയ്യുന്നു, വളരെ കുറച്ച് സമയം. ഓക്കെ. ഇതിൽ സർപ്രൈസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ അവളുടെ ഹോംവർക്ക് അല്ലെങ്കിൽ അവളുടെ വർക്ക് പെട്ടെന്ന് തീർത്തു. എന്ന് പറയും ഷി ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ലി. ഷി ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ലി. അവന് പെട്ടെന്ന് തന്നെ പ്രശ്നം മനസ്സിലായി. എങ്ങനെ പറയും? ഹി ക്വിക്ലി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. പെട്ടെന്ന് റിപ്ലൈ ചെയ്യോ? എന്ന് പറയും പ്ലീസ് റിപ്ലൈ ക്വിക്ലി. എന്ന് വെച്ചാൽ സമയം അധികം എടുക്കാണ്ട് റിപ്ലൈ ചെയ്യുന്ന, അല്ലാതെ എന്ന് ടൈപ്പ് ചെയ്യാനല്ല പറയണത്. അധികം താമസിക്കാണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വേഗത്തിലൊരു റിപ്ലൈ തരുമോ? നമ്മൾ വേഗത്തിലും പെട്ടെന്നൊക്കെ നമുക്ക് ഒരേ ഒരു സെൻസാണ്. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ, സമയമാണ് ഫോക്കസെങ്കിൽ ക്വിക്ക്, വേഗതയാണ് ഫോക്കസ്, സ്പീഡാണ് ഫോക്കസെങ്കിൽ ഫാസ്റ്റ്, സർപ്രൈസ് ആണെങ്കിൽ സഡൻലി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സെൻറ്റൻസ് പറയാം. ഹി റാൻ ഫാസ്റ്റ്, ഹി സഡൻലി റാൻ. ഇതിലേതാണ് ശരി? ഞാൻ പറയട്ടെ, രണ്ടും ശരിയാണ്, പക്ഷെ അർത്ഥം വേറെ വേറെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഓട്ട മത്സരമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ ഓടിയോ നന്നായിട്ട്? ഹി റാൻ ഫാസ്റ്റ്, നന്നായി ഓടി, പെട്ടെന്ന് വേഗതയിൽ ഓടി. അത് പറയാൻ വേണ്ടി ഹി റാൻ ഫാസ്റ്റ്. അവിടെ നമ്മൾ ഹി സഡൻലി റാൻ എന്നൊന്നും പറയാൻ പാടില്ല. അതിനത്ര നമുക്കിത്ര സർപ്രൈസ് എന്താ? ഓട്ടക്കാരനല്ലേ അവൻ, ഓട്ട മത്സരത്തിനല്ലേ പോയത്. ഇതിലിപ്പോൾ ഇത്ര ഞെട്ടാൻ മാത്രം എന്താ ഉള്ളത്? പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നമ്മളിങ്ങനെ ഇരിക്കുക ഒരു ബെഞ്ചിൽ, പാർക്കിൽ ഇങ്ങനെ ഇരിക്കുക, വൈകുന്നേരം ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങി ബെഞ്ചിലിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ അവിടെ ഒരു പോലീസിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ ഒരൊറ്റ ഓട്ടം. അപ്പം അത് നമ്മൾ വിചാരിക്കില്ല, ഇയാളെന്തിനാ ഇപ്പോൾ അത്ര നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്, എന്തിനാണ് ഇത് പെട്ടെന്ന് എണീറ്റ് ഓടിയത്? പക്ഷെ നമ്മളപ്പോൾ എങ്ങനെ പറയുക? ഹി സഡൻലി റാൻ അവേ.
അല്ലെ, വിചാരിക്കാതെ അപ്രതീക്ഷിത അയാൾ എഴുന്നേറ്റ് ഓടി. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഹീ സഡൻലി റാൻ അവേ. മനസ്സിലായോ? ഓട്ട മത്സരത്തിന് പോയ കുട്ടി പെട്ടെന്ന് ഓടി എന്ന് പറയാൻ ഹീ സഡൻലി റാൻ എന്ന് പറയാൻ പറ്റില്ല അവിടെ. മനസ്സിലായോ? എല്ലാ സെൻറ്റൻസും കറക്റ്റ് ആവാം അതിൻ്റേതായ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയണേ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സഡൻലി, അങ്ങനെ പഠിക്കരുത്. വാക്ക് വെച്ച് പഠിക്കരുത്. വാക്ക് വെച്ച് പഠിക്കുക എവിടെയെന്ന് അറിയോ? പഴം ബനാനയാണ്, ഓടുക റണ്ണാണ്, അങ്ങനെയൊക്കെ പഠിക്കാം. പക്ഷേ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം ആ കോണ്ടെക്സ്റ്റ് വെച്ച് പഠിച്ചില്ലെങ്കിൽ സത്യം പറയാണ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പൊട്ടത്തെറ്റായിരിക്കും. മനസ്സിലായോ? അതാണ് ഞാൻ എപ്പോഴും എൻ്റെ കോഴ്സിൽ ഫോക്കസ് ചെയ്യണേ. കറക്റ്റായിട്ടുള്ള കോണ്ടെക്സ്റ്റ് വെച്ച് പഠിക്കണം. ഓക്കെ, ഇത്ര പറഞ്ഞാലും പിന്നെയും ചിലർ പറയും ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്ന എളുപ്പമായിരിക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അത് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് അവിടെ സ്റ്റക്കാവും. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യണം, ഇതിനെതിരായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മെത്തേഡിനെ നമുക്ക് വിശ്വാസം വരാണ്ടിരിക്കും. നമ്മൾ പഠിച്ചതൊക്കെ തെറ്റാണോ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസിന് പ്രശ്നം വരും. ആദ്യം കുറച്ച് പാടാണെങ്കിലും കറക്റ്റായി പഠിച്ചു പോയാൽ കുറേ ദൂരം അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. വേറൊരു എക്സാമ്പിൾ പറയാം. ട്രെയിൻ പെട്ടെന്ന് 2 മിനിറ്റിലെത്തി. എങ്ങനെ പറയും? ദ ട്രെയിൻ അറൈവ്ഡ് സഡൻലി ആണോ, ക്വിക്ക്ലി ആണോ? ക്വിക്ക്ലി അല്ലേ. ട്രെയിൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷയൊക്കെ ഉണ്ട് അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണേ, അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സർപ്രൈസ് ആവാൻ എന്താ ഉള്ളത്? സഡൻലി അറൈവ്ഡ് എന്നൊക്കെ പറയാൻ എന്താ ഉള്ളത്? വഴുതെറ്റി ഏതെങ്കിലും വേറൊരു ട്രെയിനൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സർപ്രൈസ്ഡ് ആവാം. ഇല്ലെങ്കിൽ ദ ട്രെയിൻ അറൈവ്ഡ് ക്വിക്ക്ലി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്തത് ആസ് ഇഫ്. ഇത് പലരും ചോദിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇന്ന മാതിരി എന്നൊക്കെയുള്ള ഒരു അർത്ഥം. ശരിക്കും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ തോന്നിക്കും വിധത്തിൽ. അതാണ് ആസ് ഇഫ്. 2 വാക്കുകളാണേ. എല്ലാം അറിയാവുന്ന മട്ടില, ആ മട്ടില എന്നൊക്കെ പറയില്ല. അങ്ങനത്തെ ഒരു എന്നാ അറിയാവുന്നുണ്ടോ അവനില്ല, അങ്ങനൊരു മട്ടിലാണ് അവൻ സംസാരിക്കണേ. ഹി ടോക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവത്തിലാണ് അവൻ സംസാരിക്കണേ. ഹി ടോക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. എനിക്കെന്തോ വട്ടുള്ള പോലെയാണ് അവളെന്നെ നോക്കിയത്. എങ്ങനെ പറയും? എനിക്ക് വട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ പറയും? അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താ പറയുക? ഷി ലുക്ക്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ വർ ക്രേസി. എനിക്ക് വട്ടുള്ള പോലെയാണ് അവൾ എന്നെ നോക്കിയത്. അപ്പോൾ അവിടെ ഐ വേർ എങ്ങനെയാണ് വന്നേ? ഐ വാസ് അല്ലേ, അതിൻ്റെ കൂടെ വാസ് അല്ലേ വരിക? നല്ല ചോദ്യമാണ്. നമ്മൾ ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ എനിക്ക് വട്ടുണ്ടോ? ഇല്ല. എന്താ പറയുക? ഇതൊരു അലാമാണ്, ഇതൊരു പേപ്പറാണ്, വട്ടില്ല എനിക്ക്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ പറയണത്? ആസ് ഇഫ് ഐ വർ ക്രേസി ആയിരുന്നു എന്ന മട്ടിൽ എനിക്ക് ശരിക്കും വട്ടില്ല. അപ്പോൾ ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഐ വർ എന്ന് യൂസ് ചെയ്യും. ഇഫ് ഐ വർ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഞാനാണോ? ആകാൻ ചാൻസ് ഉണ്ടോ? താല്പര്യമില്ല. വരണ്ട എൻ്റെ അടുത്തേക്ക്, എനിക്ക് താല്പര്യമില്ല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അൺറിയലാണ് അല്ലേ. നമ്മളിങ്ങനെ ഇമാജിനേഷൻ അല്ല. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ പാറിപ്പറന്ന് പോയേനെ ഞാൻ. എന്നാ അതിനെന്തോ ഒരു മലയാളം വാക്കുണ്ടല്ലോ, ഇങ്ങനെ ആകാശഗംഗയല്ല, അത് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഈ ബിഹായിസിൽ അങ്ങനെ പറയുമോ. അപ്പോൾ ഞാനിങ്ങനെ പക്ഷി ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ എന്ത് പറയും? ഇഫ് ഐ വാസ് എ ബേർഡ് അല്ല, ഇഫ് ഐ വേർ എ ബേർഡ്. എനിക്ക് പറ്റുമോ? പക്ഷിയാൻ പറ്റുമോ? നെഹി. അപ്പോൾ അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ് ഐ വേർ കേട്ടോ. അത് ഓർമ്മ വേണം എപ്പോഴും. നമ്മളിങ്ങനെ പറയുമ്പോൾ ഐ വാസ് എന്ന് വരുമെങ്കിലും നമ്മൾ അൺറിയലിസ്റ്റിക് ആയി ഒട്ടും ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഐ വേർ തന്നെ യൂസ് ചെയ്യണം. ഉപയോഗിക്കുമോ? വെരി ഗുഡ്, ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അവൾ എന്നെ നോക്കിയത്? ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഇഫ്. അങ്ങനെ തോന്നിക്കും വിധം. അവളുടെ നോട്ടം കണ്ടാൽ തോന്നും എനിക്ക് വട്ടാണെന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല? ആസ് ഇഫ്. വെറും ആസ്, അതിൻ്റെ അർത്ഥം എന്താ? ആസ്. കുറേ കാര്യങ്ങൾ ആസിന് പല പല അർത്ഥം വരാം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. സൂര്യൻ അസ്തമിച്ചപ്പോൾ റൂം ഇരുട്ടായി. ദ റൂം ഗോട്ട് ഡാർക്കർ ആസ് ദ സൺസെറ്റ്. എന്തിനാണ് അവിടെ ഡാർക്കർ? ആദ്യം ഉള്ള ഡാർക്ക്നെസ്സിനേക്കാളും കൂടുതൽ ഡാർക്കറായി അല്ലേ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള എത്ര ഡാർക്കായിരുന്നോ അതിനേക്കാളും ഡാർക്കായി. അപ്പോൾ കമ്പയർ ചെയ്യാണ് അല്ലേ. ദ റൂം ഗോട്ട് ഡാർക്കർ ആസ് ദ സൺസെറ്റ്. സൺ ഇങ്ങനെ സെറ്റ് ചെയ്യും തോറും
റൂം ഡാർക്കായിക്കൊണ്ടിരുന്നു. ദ റൂം ഗോട്ട് ഡാർക്ക് ആസ് ദ സൺ സെറ്റ്. പിന്നെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യു വിൽ ഇംപ്രൂവ് ആസ് യു പ്രാക്ടീസ് മോർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്തോറും ഇങ്ങനെ സംഭവിക്കും എന്നുള്ള അർത്ഥമാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ വൈൽ ഉപയോഗിച്ചാൽ ശരിയാവില്ല. യു വിൽ ഇംപ്രൂവ് വൈൽ യു പ്രാക്ടീസ് മോർ എന്ന് പറയില്ല. ഒരു കാര്യം വേറൊരു കാര്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? ആസ് യു ഡു ദിസ് വിൽ ചേഞ്ച് ലൈക്ക് ദിസ്, അങ്ങനത്തെ ഒരു അർത്ഥമാണേ. ഇനി അവൾ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. എങ്ങനെ പറയും? ഷീ വർക്ക്ഡ് ആസ് എ ടീച്ചർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവളൊരു ടീച്ചറായിരുന്നു എന്ന് പറയാൻ ഷീ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ടീച്ചറാണെന്ന് പറയാൻ ഷീസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ അങ്ങനെ പറയില്ല, ടീച്ചറായിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഇപ്പോൾ വയലിനെ പോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഉപയോഗിക്കാവുന്നൊരു കേസ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ലെറ്റർ വന്നു, വിനി നല്ല ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. ചില സമയത്ത് ചില കമൻറ്റ് വരുന്നത്, ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ ടീച്ചർമാരെ കിണറ്റിടാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെയും കിണറ്റിലിടാൻ തോന്നും. അത് ഓരോ കാലഘട്ടത്തിൽ അവർക്കറിയാവുന്ന അറിവ് വെച്ച് പഠിപ്പിക്കുകയാണ്. ഒരു 10 വേണ്ടല്ലേ, 10 വളരെ കുറച്ച് ഷോർട്ടായി പോയില്ലേ, ഒരു 50 വർഷം കഴിഞ്ഞാൽ അന്നുള്ള പിള്ളേർ എന്നെ എടുത്ത് കിണറ്റിലിടും. അപ്പോൾ കിണറ്റിൽ പോകുന്നത് എന്തായാലും എല്ലാവരും പോകും ഒരു സമയത്ത്, അത് കാര്യമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്ക് ഇപ്പോൾ എല്ലാ ടീച്ചർമാരും ആത്മാർത്ഥതയുടെ ആറ്റാണ് എപ്പിറ്റമിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കിഷ്ടമില്ലാത്ത കുറേ ടീച്ചർമാരുണ്ട്. ഒരു തരം എന്താ പറയുക, ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ പിള്ളേരിൽ തീർക്കുന്ന ടീച്ചേഴ്സുണ്ട്. ഒരു തരം എത്തിക്സും ഇല്ലാത്ത ടീച്ചേഴ്സുണ്ട്. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണത്. പക്ഷെ വളരെ ആത്മാർത്ഥതയുള്ള ടീച്ചേഴ്സുണ്ട്. അവർക്ക് കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്ത് കിണറ്റിടാൻ പോയാൽ കുടിവെള്ളം ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ വയൽ പോലെ. അപ്പോൾ ഇങ്ങനെ കത്തിങ്ങനെ എനിക്ക് അയച്ചു, നല്ല ക്ലാസ്സാണ്, കിണറ്റിടാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു. അപ്പോൾ ഇങ്ങനെ പറയാം, ആ കത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു. ഐ സ്മൈൽഡ് ആസ് ഐ റെഡ് ദ ലെറ്റർ. അതിങ്ങനെ വായിക്കുന്തോറും എനിക്കിങ്ങനെ ചിരിക്കും, കിണറ്റിടാൻ തോന്നിയില്ലേ. ഐ സ്മൈൽഡ് ആസ് ഐ റെഡ് ദ ലെറ്റർ. അത് വൈൽ ഐ റെഡ് ദ ലെറ്റർ ഐ സ്മൈൽഡ്, അങ്ങനെയും പറയാം, അവിടെ കുഴപ്പമില്ല. ഓക്കെ. ഇനി കാരണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിക്കോസ് എന്ന് പറയില്ലേ, അവിടെ നമുക്ക് ആസ് ഉപയോഗിക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നു. എങ്ങനെ പറയും? ആസ് ഇറ്റ് വാസ് റെയിനിങ്, അത് കാരണം, മഴ പെയ്യുന്നത് കാരണം. ആസ് ഇറ്റ് വാസ് റെയിനിങ് വി സ്റ്റേഡ് ഹോം. ഓക്കെ. അപ്പോൾ ആസിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയിട്ട് കുറേ ഉപയോഗമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ വരുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഇനിയൊരു ആസിൻ്റെ വേറെ വരുന്നത്, നമ്മൾ ആസ് ഇഫ് പഠിച്ചില്ലേ, ആസ് ഇന്ന് വരാറുണ്ട്. അതുകൂടെ പറയാം. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് ഇന്ന് ഉപയോഗിക്കും. ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഐഡിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യം കുറച്ചുകൂടി ക്ലിയർ ആക്കണം നമുക്ക്. അപ്പോൾ ആ ഐഡിയ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആസ് എന്ന് പറയാം. ആസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, എക്സാമ്പിൾ പറഞ്ഞുതരാം, മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് ഒരു ലൈറ്റായിട്ടുള്ള ജാക്കറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ പറയില്ല, എന്നുവെച്ചാൽ അധികം ഹെവി അല്ലാത്ത, അതാണ് ആസ് ഇൻ. ഐ വോണ്ട് എ ലൈറ്റ് ജാക്കറ്റ്, ആസ് ഇൻ നോട്ട് വെരി ഹെവി. ഇതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുന്നതാണ്. നന്നായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ആസിനൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ആസിനൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്കൊരു സങ്കോചം ഉണ്ടോ? നിങ്ങളെ ആരോ പിന്നിലോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ആ പിടി വിഴിച്ച് ആസിനൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചോളൂ. മനസ്സിലായോ? ഇത് നമ്മൾ കാരണം എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത് വ്യക്തമാക്കി പറയാനുള്ള ടെൻഡൻസി മലയാളികൾക്കും മനുഷ്യന്മാർക്ക് മൊത്തത്തിലുണ്ട്, മലയാളികൾക്ക് മാത്രമല്ല. അപ്പോൾ അത് ഉപയോഗിച്ചോളൂ. അവനെ വിദേശത്തേക്ക് പോവാം എന്നുവെച്ചാൽ പെർമനൻ്റ് ആയിട്ടിന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം. അപ്പോൾ ഹിസ് മൂവിങ് അബ്രോഡ് ആസ് ഇൻ പെർമനൻ്റ്ലി. നീ വിചാരിക്കുന്ന പോലെ നാളെ തിരിച്ചു വരില്ല അവൻ. അടുത്തുനിന്ന് ഇന്ത്യയിൽ നിന്നിട്ട് ഹിസ് മൂവിങ് അബ്രോഡ് ആസ് ഇൻ പെർമനൻ്റ്ലി. ഓക്കെ. സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഓക്കെ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു യൂസ് കേസ് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ അച്ഛനോടൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനത്തെ മൂവീസാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അച്ഛനൊക്കെ പറയുന്നത് എനിക്ക് ക്ലാസിക് മൂവീസൊക്കെ ഇഷ്ടം. അപ്പം നമ്മൾ വിചാരിക്കും മോഹൻലാലിൻ്റെ മിഥുനം അതൊക്കെ ആയിരിക്കും. അപ്പോൾ ആസ് ഇൻ ഓൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ്, ഈ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സത്യൻ നസീർ ആ കോംബോ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ കണ്ടോ, ഞാൻ വെറുതെ ഐ പ്രിഫർ ക്ലാസിക് മൂവീസ് എന്ന് പറഞ്ഞാൽ
നമുക്ക് കൺഫ്യൂഷനാവും ഏതാണ് ഇപ്പോൾ എന്താ വിഗതകുമാരൻ അതാണോ ഇഷ്ടം, അല്ലെങ്കിൽ മിഥുനാണോ ഇഷ്ടം, അത് ഇനി മറ്റേ ബംഗാളി മൂവീസിൽ അതാണ് ഇഷ്ടം, ഏതാണെന്ന് അറിയില്ലല്ലോ, ചാർലി ചാപ്ലിൻ. അപ്പോൾ ഏത് ക്ലാസിക് മൂവീസാണ്? കുറേ ഏറെ ഉണ്ടല്ലോ ക്ലാസിക് മൂവീസ്. നമ്മളിപ്പോൾ അത്യാധുനിക ഇതിലല്ലേ നിൽക്കുന്നത്, അതിന് ഏത് ക്ലാസിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ആസ് ഇൻ ഓൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ്. അപ്പോൾ മനസ്സിലായി അതാണോ ഇഷ്ടം, ഓക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പറയാം, ആസ് ഇൻ എന്ന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഈ ആസ് ഇൻ വന്നിട്ടുണ്ടെങ്കിൽ ആസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്നൊരു ഫീലിംഗ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഇംഗ്ലീഷ് ആണല്ലോ എന്നൊരു ഫീലിംഗ് വരും. ഓക്കെ. പിന്നെ ആസ് ഉപയോഗിക്കുന്ന വേറൊരു കേസ് ആസ് ഗുഡ് ആസ് സ്മോൾ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും ചെറുതാണ് അല്ലെങ്കിൽ ഇത്രയും ഏതോ ഒരു കാര്യത്തെ കണ്ടിട്ട് അതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആസ് മച്ച് ആസ് എന്നുള്ള ഫ്രേസസ് ഒക്കെ ഉണ്ട്. ഹീ ഈറ്റ്സ് ആസ് മച്ച് ആസ് ഹിസ് ബ്രദർ. അവൻ്റെ ബ്രദർ എത്ര കഴിക്കണോ അത്രയ്ക്കും തന്നെ ഇവനും കഴിക്കാറുണ്ട്. ഹീ ഈറ്റ്സ് ആസ് മച്ച് ആസ് ഹിസ് ബ്രദർ. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കഴിച്ചോളൂ. യു ക്യാൻ ഈറ്റ് ആസ് മച്ച് ആസ് യു വോണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബിരിയാണി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല, എല്ലാവരും വീട്ടിലേക്കും കൊണ്ടുപോയിക്കോളൂ, എത്രയാണ് വേണ്ട അത്രയും കഴിച്ചോളൂ. യു ക്യാൻ ഈറ്റ് ആസ് മച്ച് ആസ് യു വോണ്ട്. ഇതൊക്കെ ആസിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു ഉപയോഗമാണ്. കുറേ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഓർമ്മ വരുന്ന കുറച്ച് എസെൻഷ്യലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വേണ്ടത് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഇപ്പോൾ ആസ് പഠിക്കുമ്പോൾ ഇപ്പോൾ ലൈക്ക് എന്നുള്ളൊരു വാക്ക് കൂടെ വരും. കാരണം ലൈക്ക് ആസ് പോലെയാണ്, പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി നമ്മുടെ നേരത്തെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ ഓടിക്കൊണ്ടിരുന്ന ഓട്ട മത്സരത്തിൽ അവനൊരു പ്രൊഫഷണൽ അത്ലീറ്റിനെ പോലെയാണ് ഓടിക്കൊണ്ടിരുന്നത്. എങ്ങനെ പറയാം? ഹി റൺസ് ലൈക്ക് എ പ്രൊഫഷണൽ അത്ലീറ്റ്. പ്രൊഫഷണൽ അത്ലറ്റ്സൊക്കെ ഓടുന്ന കണ്ടിട്ടുണ്ടോ? ജിങ് ട്രൗസറൊക്കെ ഇട്ടിട്ട് ഓടുന്നത്, നമ്പർ ഒക്കെ ബാക്കിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫേസൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആകുന്ന ലുക്കിലാണ് അവൻ ഓടുന്നത്. അതുപോലെ എന്ന് പറയാൻ ലൈക്ക്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. കണ്ടിട്ടേ മഴ പെയ്യാൻ പോണ പോലെ ഉണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ, അങ്ങനെയും പറയാം കേട്ടോ. അടുത്തത് ത്രൂ ഔട്ട്. ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരേക്കും. അതിപ്പോൾ ഒരു സമയത്തിൻ്റെ മാത്രം ആവണമെന്നില്ല, ഒരു സ്ഥലത്തിനെ കുറിച്ചും ആവാം. ഇപ്പോൾ വലിയൊരു സ്ഥലമാണെങ്കിൽ അതിൻ്റെ എല്ലായിടത്തും എന്ന് പറയാനുള്ള രീതിയിൽ ത്രൂ ഔട്ട് എന്ന് പറയാം. ഇപ്പോൾ രാത്രി മുഴുവൻ മഴ പെയ്തു എന്ന് പറയാൻ ഇറ്റ് റെയിൻഡ് ത്രൂ ഔട്ട് ദ നൈറ്റ്. ഇറ്റ് റെയിൻഡ് ത്രൂ ഔട്ട് ദ നൈറ്റ്. രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോഴും മഴ പെയ്യായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മഴ പെയ്യായിരുന്നു, എണീറ്റപ്പോഴും മഴ പെയ്യായിരുന്നു. ഇറ്റ് റെയിൻഡ് ത്രൂ ഔട്ട് ദ നൈറ്റ്. ഓക്കെ. പിന്നെ രാവിലെ എണീറ്റപ്പോൾ നിന്നു കേട്ടോ. അപ്പോൾ രാത്രി മുഴുവൻ മഴ പെയ്യായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ മുഴുവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ത്രൂ ഔട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ സ്പീക്കറൊക്കെ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുക. അപ്പോൾ ബിൽഡിങ് മൊത്തം മ്യൂസിക് പ്ലേ ചെയ്തു എന്ന് പറയാൻ ദ മ്യൂസിക് വാസ് പ്ലേഡ് ത്രൂ ഔട്ട് ദ ബിൽഡിങ്. ബിൽഡിങ് മൊത്തം എന്ന് പറയാൻ. മനസ്സിലായോ? വേറൊരു വാക്ക് പഠിക്കേണ്ട മീൻ വൈൽ എന്നുവെച്ചാൽ വേറൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കണം അതേ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മീൻ വൈൽ. അവൾ കുക്ക് ചെയ്യായിരുന്നു, അതേ സമയത്ത് അവൻ എന്താ ചെയ്തേ? ടേബിൾ സെറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ പറയാം? ഷി വാസ് കുക്കിംഗ് മീൻ വൈൽ ഹി സെറ്റ് ദ ടേബിൾ. അപ്പോൾ അവൾ അവിടെ കുക്ക് ചെയ്ത സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവനവിടെ ടേബിൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചതാണ്. ഓക്കെ. മീൻ വൈൽ. അപ്പം അതിനിടയിൽ അവൻ ചെയ്തു എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. ഈ കോൺവെർസേഷൻസിലും അങ്ങനെ പറയാം. മീൻ വൈൽ ഐ വെൻറ്റ് ഫോർ ദിസ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ വൈൽ ഐ ചെക്ക് ദ അനൗൺസ്മെൻറ്റ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഇന്നൊരു കാര്യം ചെയ്തു. അപ്പോൾ അതിനിടയിൽ നിന്നുള്ളതാണ് മീൻ വൈൽ. ഓക്കെ. ഇനി അലോങ് അങ്ങനെ അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ അലോങ്ങിൻ്റെ മീനിങ് നമ്മളിപ്പം പുഴയോരത്തോടുകൂടി, ഓരത്ത് എന്നുള്ള അർത്ഥമാണ്. പുഴയോരത്തോടുകൂടി നടക്കുകയായിരുന്നു അവർ, എങ്ങനെ പറയാം? അല്ലെങ്കിൽ അവർ പുഴയോരത്ത് നടന്നു. ദേ വാക്ക്ഡ് അലോങ് ദ റിവർ. അപ്പോൾ പുഴയുടെ ആ സൈഡിൽ കൂടെ എന്നുള്ള അർത്ഥമാണ് അലോങ്. ഓക്കെ. അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ ഓരത്ത് ഷോപ്സ് ഉണ്ട്, എങ്ങനെ പറയും? ഈ ഒരു സ്ട്രീറ്റിലെ ഈ സ്ട്രീറ്റിൻ്റെ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. സന്തോഷ് ജോർജിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലൊക്കെ കേൾക്കാം. അങ്ങനെ ഓരത്ത് നിറയെ ഷോപ്പുകളുണ്ടായിരുന്നു. ഉണ്ട് എന്ന് പറയാൻ ദെയർ ആർ ഷോപ്സ് അലോങ് ദ സ്ട്രീറ്റ്. ഓക്കെ. അപ്പോൾ അലോങ് മനസ്സിലായില്ലേ?
ഇനിയുള്ളത് ഇവൻച്വലി. പൊതുവെ കാലക്രമേണ എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ കുറേ സമയം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡിലേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇവൻച്വലി എന്ന് പറയും. ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, ശ്രമിച്ച് പക്ഷെ അവസാനം അത് നടന്നു എന്ന് പറയാൻ അവൻ വിട്ടുകൊടുത്തില്ല. ഹി ഡിഡൻറ്റ് ഗിവ് അപ്പ് ആൻഡ് ഇവൻച്വലി സക്സീഡഡ്. അപ്പോൾ ഗിവ് അപ്പ് എന്താണെന്ന് കുറച്ച് പേർക്കൊരു സംശയം തോന്നാറുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കോഴ്സിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ്. ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ മടുത്തിട്ട് നമ്മൾ വിടുക, നമ്മളെ കൊണ്ട് ഇനി സാധിക്കില്ല എന്നിട്ട് വിടില്ലേ. ഡോണ്ട് ഗിവ് അപ്പ്. നീ അങ്ങനെ പറ്റില്ല എന്ന് വെച്ചിട്ട് വിടരുത് എന്ന് പറയില്ല, അതാണ് ഡോണ്ട് ഗിവ് അപ്പ്. അവൻ ഗിവ് അപ്പ് ചെയ്തില്ല, അവൻ വിട്ടില്ല. ഹി ഡിഡൻറ്റ് ഗിവ് അപ്പ്. എന്നിട്ട് അവസാനം ആൻഡ് ഇവൻച്വലി അവൻ നേരെയായി, കാര്യങ്ങളൊക്കെ സാധിച്ചു. ആൻഡ് ഇവൻച്വലി സക്സീഡഡ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ മക്കളെങ്ങാനും എവിടെയെങ്കിലും പോയി അടിയൊക്കെ ഉണ്ടാക്കി എല്ലൊടിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഒടിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു നല്ല വിങ്ങി വന്നിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയില്ലേ. അപ്പോൾ ദ പെയിൻ വിൽ ഇവൻച്വലി ഗോ അവേ. കുറച്ച് കഴിയുമ്പോൾ ആ വേദനയൊക്കെ മാറിക്കോളും. ദ പെയിൻ വിൽ ഇവൻച്വലി, പെട്ടെന്നൊന്നും മാറില്ല, പക്ഷെ സമയം എടുത്തിട്ട് അങ്ങനെ മാറും കേട്ടോ, ഇവൻച്വലി. ഓക്കെ. ഇനി ഒരു സംശയമുള്ളതാണ് സോ ഫാറും ടിൽ നൗ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ യെറ്റും. അപ്പം ഇതുവരെ എന്നുള്ളൊരർത്ഥമാണ് എന്തിന്, ടിൽ നൗ ആണെങ്കിലും യെറ്റാണെങ്കിലും സോ ഫാർ ആണെങ്കിലും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്നാണോ? അല്ല. ഇതാണ് ഈ മലയാളം വാക്ക് വെച്ച് ഇംഗ്ലീഷ് പഠിച്ചാലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് അല്ലേ. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ഈ ഒരു സമയം വരെ അതാണ് ടിൽ നൗ. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടായ മാതിരിയല്ല, എന്തോ ഒരു മാറ്റം വന്നു എന്നുള്ള അർത്ഥം ടിൽ നൗനുണ്ട്. മനസ്സിലായോ? ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായതില്ല. എവറിത്തിങ് വാസ് ഫൈൻ ടിൽ നൗ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം വരെ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാളുടെ പ്രഷർ കൂടി, ഷുഗറിന് ഡ്രോപ്പ് ചെയ്തു, മോഹാലസ്യം വന്നു, എന്തൊക്കെയോ മാറ്റം വന്നു. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എവറിത്തിങ് വാസ് ഫൈൻ ടിൽ നൗ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാർ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇത് എന്തായിരുന്നു, എന്തെങ്കിലും പ്രശ്നമില്ല, എവറിത്തിങ് വാസ് ഫൈൻ ടിൽ നൗ. അപ്പോൾ അത് കഴിഞ്ഞ് സംഭവം മാറി. അവിടെയാണ് ടിൽ നൗവിൻ്റെ പ്രസക്തി. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യെറ്റെന്താ? അതിൻ്റെ അർത്ഥം ഇതുവരെയാണ്. പക്ഷേ നമ്മളൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാണ്. സംഭവിച്ചിട്ടില്ല, പക്ഷെ എക്സ്പെക്റ്റ് ചെയ്യാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യെറ്റ് യൂസ് ചെയ്യുക നമ്മൾ ചോദ്യങ്ങളിലും നെഗറ്റീവ് സെൻറ്റൻസുകളിലും മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ യെറ്റ് യൂസ് ചെയ്യുക. അമേരിക്കൻ ഇംഗ്ലീഷ് ഈ റൂൾസൊക്കെ കാറ്റിപ്പറത്തി പലതും ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പോൾ മൈൻഡ് ആക്കേണ്ട, നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്തങ്ങ് പോവാം. പക്ഷേ അറിയാണ്ട് നമുക്ക് അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ അധികം അങ്ങനെ പേടിക്കണ്ട. എല്ലാം ഇപ്പോൾ മിക്സായി വരുന്നുണ്ട് അല്ലേ. എല്ലാ ഇംഗ്ലീഷും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ കുറേ അവിടുത്തെ റൂൾസൊക്കെ വരും. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പൊതുവെ യെറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ ഒരു രീതി. അവന്മാർ പറഞ്ഞല്ലേ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ടിൽ നൗ എന്തായിരുന്നു, ഇപ്പോൾ വരെ ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞപ്പോൾ എന്തോ മാറി. യെറ്റ് വരുമ്പം ഇതുവരെ ഇങ്ങനെയാണ്, പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആവണമെന്നില്ല എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യം, ചോദ്യങ്ങളിലും നെഗറ്റീവ് സെൻറ്റൻസുകളിലും ഉപയോഗിക്കാൻ പാടുള്ളൂ. നീ ഇതുവരെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ? മലയാളത്തിൽ അങ്ങനെ ചോദിക്കില്ല, ചെയ്തില്ലേ എന്നല്ല ചോദിക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ നീ ഇതുവരെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ, പോസിറ്റീവൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് യെറ്റ്? ചെയ്തില്ലേ? ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് യെറ്റ്? രണ്ടും ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ നമ്മൾ നീ ഇതുവരെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ എന്ന് ചോദിക്കില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസ് കറക്റ്റാണെന്ന്. ഇതിന് കുറേ വാദങ്ങൾ എനിക്കെതിരെ വരാറുണ്ട്. അങ്ങനല്ലോ, മലയാളം നമ്മൾ അങ്ങനെ പറയില്ലോ. മലയാളവും ഇംഗ്ലീഷും രണ്ട് ഭാഷയല്ലേ. മലയാളം കണ്ടിട്ടാണോ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഉണ്ടാക്കിക്കണേ? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആണെന്നേ, ഒന്ന് വിശ്വസിക്കൂ. ഓക്കെ. എനിക്ക് ഈ കോഴ്സിൽ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും വരുന്നത്, നമ്മൾ സ്ഥിരമായി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ എനിക്ക് ദഹിക്കാനൊരു ബുദ്ധിമുട്ടാണ്. ആകെ കൂടി ഇങ്ങനെ ഒരു പരവേശമാണ്. പിന്നെ ഞാനിങ്ങനെ സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ ഇറ്റ്സ് ഓക്കെ, കാം ഡൗൺ, ഇത് ശരിയാണ്, നമുക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി വിടണം. ഓക്കെ. അപ്പോൾ ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് യെറ്റ്? നീ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തില്ലെന്നാണെങ്കിൽ ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് യെറ്റ്? അവൾ ഇതുവരെ വിളിച്ചില്ല, എങ്ങനെ പറയും? ഷീ ഹാസൻറ്റ് കോൾഡ് യെറ്റ്. അവൾ ഇതുവരെ റിപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെ പറയും ഷീ ഹാസൻറ്റ് റിപ്ലൈഡ്
യെറ്റ്. ഇനി യെറ്റ് ഉപയോഗിക്കുന്ന വേറൊരു കേസ് കൂട്ടുണ്ട് കേട്ടോ, പറഞ്ഞു പോകാം. എന്ന് വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ്, ബട്ട് എന്നൊക്കെ പറയില്ലേ, ആ ബട്ട് ഹൗവർ അവിടെയൊക്കെ നമുക്ക് യെറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പ്ലാൻ വളരെ റിസ്ക്കി ആയിരുന്നു, എങ്ങനെയായിരുന്നാലും എന്നിരുന്നാലും സക്സീഡ് ചെയ്തു എന്ന് പറയാൻ ദ പ്ലാൻ വാസ് റിസ്കി യെറ്റ് ഇറ്റ് സക്സീഡഡ്. ദ പ്ലാൻ വാസ് റിസ്കി യെറ്റ് ഇറ്റ് സക്സീഡഡ്. പക്ഷേ സക്സീഡ് ചെയ്തു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പറയുക ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആകെ തോന്നിയത് ചെയ്യുന്ന ഒരു പ്രായമല്ലേ ചെറുപ്പം എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്നാലും ചില കുട്ടികൾ കുറച്ച് വയസ്സായിരിക്കും, കുറച്ച് ഒരു കാര്യപ്രാപ്തിയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെ പറയും, ഒരു വയസ്സെന്ന് വെച്ചാൽ എന്താ, വിസ്ഡം, ഒരു തരം ബോധം, നല്ലൊരു ബോധമുള്ള അവസ്ഥ. പൊതുവേ നമുക്ക് പ്രായമൊക്കെ കുറച്ചുകൂടെ എത്തുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു ബോധം വരില്ലേ, അതിനാണ് വിസ്ഡം എന്ന് പറയാം. അപ്പോൾ ഹീ ഈസ് യങ് യെറ്റ് വെരി വൈസ്. അങ്ങനെയായിരുന്നിട്ടും നല്ല വയസ്സായിട്ടുള്ള ഒരാളാണുള്ളത്. വയസ്സല്ല, വൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ യെറ്റ് പറയും സോഫാറാണുള്ളത്. ഇതുവരെ എന്നുള്ള അർത്ഥം തന്നെ സോഫാർ. പക്ഷേ സോഫാറിന് നമുക്ക് ഇനി അത് സിറ്റുവേഷൻ ചേഞ്ച് ആവാം, പക്ഷെ അങ്ങനെ നമുക്ക് അറിയില്ല, നമുക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, എല്ലാം ഇതുവരെ നന്നായിരുന്നു എന്ന് പറയാൻ സോ ഫാർ എവറിത്തിങ് ഹാസ് ഗോൺ വെൽ എന്ന് പറയാം, അല്ലേ. നാളെ ഇപ്പോൾ എന്താവും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, പക്ഷേ ഇതുവരെ എല്ലാം കുഴപ്പമൊന്നുമില്ല. ടിൽ നൗ പറഞ്ഞാൽ എന്തോ പ്രശ്നം പിന്നെ സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. യെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ചോദ്യങ്ങളിലും നെഗറ്റീവ് സെൻറ്റൻസുകളിലാണ് വരിക. ഇപ്പോൾ ഇതുവരെ എനിക്ക് ഇമെയിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ ഐ ഹാവിൻ റിസീവ്ഡ് എനി ഇമെയിൽസ് സോ ഫാർ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ ഐ ഹാവിൻ റിസീവ്ഡ് എനി ഇമെയിൽസ് യെറ്റ്. പക്ഷെ ഇത് നമുക്കറിയില്ല, അപ്പോൾ അവരിപ്പോൾ അയച്ചാൽ കിട്ടും, അയച്ചില്ലെങ്കിൽ കിട്ടില്ല, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഐ ഹാവിൻ റിസീവ്ഡ് എനി ഇമെയിൽ സോ ഫാർ. ഓക്കെ, പൊതുവെ നമ്മൾ സോ ഫാർ ഇതുവരെ എല്ലാം നന്നായി പോകണു അങ്ങനത്തെ സെൻറ്റൻസുകളിലാണ് പൊതുവെ നമ്മളിത് ഉപയോഗിക്കുക. എല്ലാം നന്നായി പോകണു, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ സോ ഫാർ. അപ്പോൾ ടിൽ നൗ എന്ന് എപ്പോഴാണ് പറയുക, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ കുഴപ്പമായി. ഐ വാസ് ഫൈൻ ടിൽ നൗ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തലകറങ്ങി ബോധം കെട്ട് വീണു. അതിന് മുമ്പ് വരെ ഐ വാസ് ഫൈൻ. അവന് എത്തിയോ, ഇതുവരെ എത്തിയില്ലേ എന്നൊക്കെ പറയണേ, അവൻ എത്തിയോ ഇതുവരെ, ഹാസ് ഹി അറൈവ്ഡ് യെറ്റ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അതുവരെ പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് പറയാൻ സോ ഫാർ നോ പ്രോബ്ലംസ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഞാൻ വർക്ക് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ്. ഞാൻ ഇതുവരെ വർക്ക് ഫിനിഷ് ചെയ്തു. ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ്. ഈ രണ്ട് സെൻറ്റൻസും ശരിയാണോ? ശരിയാണോ? ഇതിലൊരു സെൻറ്റൻസ് തെറ്റാണ്. ഏതാണ് കറക്റ്റ് സെൻറ്റൻസ്? ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ് ആണ് കറക്റ്റ് സെൻറ്റൻസ്. ഞാൻ പറഞ്ഞില്ല, യെറ്റ് ചോദ്യങ്ങളിലോ നെഗറ്റീവ് സെൻറ്റൻസുകളിലോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ, അവിടെ യെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. എങ്ങനെ പറയാം? ഇനിയിപ്പോൾ നാളെ കാണാതിരിക്കാൻ അറിയില്ല. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരാൾ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല, നാളെ ചിലപ്പോൾ ഇനി വഴിക്കെങ്ങാനും ഞാൻ മീൻ വാങ്ങാൻ പോകുമ്പോൾ അയാൾ അവിടെ പാൽ വാങ്ങിക്കാൻ പോകണമെങ്കിൽ കാണില്ലേ. അപ്പോൾ സോ ഫാർ ഐ ഹാവൻ സീൻ ഹിം എന്നാണ് പറയുക. ടിൽ നൗ ഐ ഹാവൻ സീൻ ഹിം എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്, അത് പറയരുത് കേട്ടോ. കാരണം അത് കഴിഞ്ഞ് പിന്നെ എന്തോ മാറ്റം വന്നതുപോലെ ഉണ്ട്, നമുക്കറിയില്ലല്ലോ നാളെ ഇപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് അറിയില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ സോ ഫാർ മതി. സോ ഫാർ ഐ ഹാവൻ സീൻ ഹിം. മനസ്സിലായോ? നമ്മൾ അയാളെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും അയാളുടെ വാതിൽക്കൽ ചെന്ന് നിൽക്കുകയാണ്, പക്ഷേ അയാളെ ഇതുവരെ ഒന്നും കാണാൻ കിട്ടില്ല. അയാൾ സ്ഥലത്തുണ്ടായാലേ എപ്പോഴും ഷൂട്ടിന് പോകുമായിരിക്കും. അപ്പോൾ ഐ ഹാവൻ സീൻ ഹിം യെറ്റ്. പക്ഷെ പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ് യെറ്റ് അവിടെ വന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആസ് ഇഫ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ആസ് ഇഫ് പഠിച്ച ഓർമ്മയുണ്ടോ? ആസ് ഇഫ് ഹി ലുക്ക്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ വർ ക്രേസി. അതാണ് നമ്മൾ പഠിച്ചു തരണം. ആസ് ഇഫ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി കോമൻറ്റിലിടുമോ?
പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ ഏറ്റവും ലോവസ്റ്റ് ലെവൽ മുതൽ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതൊരു പ്രീമിയം കോഴ്സാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കേണ്ട കോഴ്സാണ്. പൊതുവേ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ ആ കോഴ്സ് എടുത്താൽ മതി. പിന്നെ എനിക്ക് പൊതുവേ കിട്ടുന്ന ചോദ്യം എന്ന് വെച്ചാൽ വേറെ പല സ്ഥലത്തുനിന്നും കോഴ്സ് എടുത്തൊന്നും റെഡി ആവുന്നില്ല, നിങ്ങളെങ്ങനെ വിശ്വസിക്കും? എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ വിശ്വസിക്കുന്നു വെച്ചാൽ വിശ്വസിച്ച് കുറേ പേര് എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, അത് ഞാൻ ഗ്യാരണ്ടി തരാം. പക്ഷേ നിങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ കോഴ്സ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചില ആൾക്കാർ ഭയങ്കര മടിയന്മാരായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ എടുക്കണ്ട. കാരണം എന്തിനാ വെറുതെ? എനിക്ക് സ്റ്റുഡൻസൊക്കെ എടുക്കുന്നത് നന്നായി പഠിച്ച് നല്ല ലക്ഷ്യത്തിൽ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലാതെ വെറും കാശ് മാത്രം കിട്ടി ഇതിങ്ങനെ അങ്ങനെ ആഗ്രഹമില്ല. എൻ്റെ സ്റ്റുഡൻസ് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. അപ്പം കോഴ്സ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല, ആർക്കോ വേണ്ടി കോഴ്സ് എടുക്കുക. ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിച്ച മാതിരി അസുഖം മാറുന്ന മാതിരി ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചെടുക്കരുത്. പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ട് നന്നായി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സ് ഇത് കഴിഞ്ഞ് എടുക്കേണ്ടി വരില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു സ്റ്റുഡൻറ്റ് ഇട്ട റിവ്യൂ ആണ്. എത്രമാത്രം കോഴ്സ് അയാൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എടുക്കുന്നതിന് മുമ്പ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ചോദിച്ച് എത്ര ഇമെയിൽസ് വരുന്നറിയാം എനിക്ക് ഓരോ ദിവസം. എനിക്ക് ഈ കുട്ടികൾ കോഴ്സിലേക്ക് ക്വസ്റ്റൻസ് ചോദിക്കുമ്പം എനിക്ക് ഇമെയിലായിട്ട് അലേർട്ട് വരിക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോഴേ അറിയാം ഈ കുട്ടി നന്നായി പഠിക്കേണ്ടത്. അങ്ങനത്തെ കുറേ കുട്ടികൾ എനിക്കുണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലർ അത്യാവശ്യം മാത്രം സംശയം ചോദിക്കും, പിന്നെ നല്ല പഠിക്കാൻ ആഗ്രഹം നന്നായി സംശയം ചോദിക്കും. അപ്പോൾ ചോദിച്ച് കുറേ സംശയമൊക്കെ ചോദിച്ചാൽ ആ കുട്ടി നന്നായി എഴുതി അതിൻ്റെ ആ ഒരു റിവ്യൂ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ പറയാറുണ്ട്, ചിലതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ. ആത്മാർത്ഥമായി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഇപ്പോൾ ലൈവ് ക്ലാസ് എടുക്കാറില്ല, കാരണം ലൈവ് ക്ലാസ്സിന് ഞാൻ ഒരേ സമയത്ത് ഇരിക്കണ്ടേ ഒരു ലൈവ് ക്ലാസ്സിന്. അത് ഈ പഠിക്കുന്ന ആൾക്കും എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം കുറേ കുട്ടികൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US എന്നൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൂടെ ഒരു സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ ജർമ്മനിയിലാണ്, ഇന്ത്യയിൽ നിന്ന് കുറേ കുട്ടികളുണ്ട്, ഗൾഫിൽ നിന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു സമയത്തൊന്നും ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല. ലൈവ് ക്ലാസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനത്തെ ക്ലാസ്സുകളെ എടുക്കാറില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷേ എൻ്റെ മെത്തേഡ് വേറെയാണ്. എൻ്റെ മെത്തേഡിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടെക്നിക്ക് തന്നെയാണ് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ അമ്മമാർ, മുത്തശ്ശിമാർ അവർക്കൊക്കെ കൊച്ചുമക്കളടുത്ത് സംസാരിക്കണം ഇംഗ്ലീഷിൽ. അങ്ങനെ എടുക്കുന്ന അതുപോലെ ഈ സ്കൂളുകളിൽ മോണ്ടസറിയിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എടുക്കേണ്ട കോഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു 30 ഡേ വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സാണ്. വളരെ ബെനിഫിഷ്യലായ കോഴ്സാണ്. നല്ല റിവ്യൂസൊക്കെ, അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ എന്താണ് നിന്നെ ഇംഗ്ലീഷിന് ഇത്രയും വ്യത്യാസം വന്നത് എന്നൊക്കെ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈ ടീച്ചറോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറയാറുണ്ട്. വിനിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടാണ് നന്നായി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയി. പണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് കിട്ടില്ല, പിന്നൊക്കെ വായിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ തന്നിട്ടുള്ള കോഴ്സാണ്. അതിൽ ഗ്രാമറൊന്നും കവർ ചെയ്യുന്നില്ല, പക്ഷേ ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സജ്ജമാക്കുന്ന കോഴ്സാണ്. അതും നല്ലൊരു കോഴ്സാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കോഴ്സ് എടുക്കുക. ഇപ്പോൾ ഈ മുത്തശ്ശന്മാർക്കും ഗ്രാമർ പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ്, ചിലവർക്ക് അവർ മുത്തശ്ശന്മാരാണെങ്കിൽ അവർക്ക് ഭയങ്കര ജീവിതത്തിൽ ആഗ്രഹമായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ. അപ്പോൾ അവരെടുക്കുന്ന കോഴ്സ് ഉണ്ട്, ഫുൾ 90 ഡേ കോഴ്സ് എടുക്കാറുണ്ട്. പക്ഷേ ചിലവർക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുത്താൽ മതി. അപ്പോൾ അത്രയൊക്കെയാണ് കോഴ്സിൻ്റെ കാര്യങ്ങൾ. ഇനി കോഴ്സ് എടുക്കാൻ പറ്റില്ല, അത്രയും കാശില്ല അല്ലേ, കോഴ്സ് ഞാൻ ഓഫർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ എനിക്ക് ഫീ ഇല്ലാണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല കോഴ്സ്. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബ് എനിക്ക് വരുമാനം തരുന്നുണ്ട്, എനിക്കിവിടെ നല്ല ക്ലാസ്സുകൾ ഇടാം. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഞാൻ കോഴ്സായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 20 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ആ കോഴ്സ് മുഴുവൻ തീർക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ചെയ്യേണ്ട കോഴ്സും ഉണ്ട് യൂട്യൂബിലെ പ്ലേലിസ്റ്റ് തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മെമ്പർഷിപ്പിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിൽ എടുക്കാറുണ്ട്. അല്ലാതെ പ്രാക്ടീസിനുള്ള സെൻറ്റൻസുകളും വെച്ച് അത് കുറേ നല്ല രീതിയിൽ അങ്ങനെ മെമ്പർഷിപ്പ് വീഡിയോസും പോകുന്നുണ്ട്. മെമ്പർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസിലൊക്കെ ആക്സസ് കിട്ടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.